കേരളത്തിൽ CPM തീവ്ര വർഗീയവാദികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ജനകീയരായ നേതാക്കൾക്ക് പാർട്ടിയിൽ നിലനിൽപ്പില്ലാതായതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. പത്തിയൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി ബിജു ആമ്പക്കാടിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ അടക്കം 5 CPM പ്രവർത്തകരെ ശോഭാ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് BJPയിലേക്ക് സ്വീകരിച്ചു. മറ്റെങ്ങത്തേക്കാളും മതതീവ്രവാദികൾ പാർട്ടി ചുമതലകളിൽ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയാണെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി മുതൽ അമിത്ഷാജി മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ വരെയുള്ളവരോട് ഞാൻ പറഞ്ഞതാണ്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആരോഗ്യം എനിക്കില്ല. കാരണം ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഹെർണിയയുടെ സർജറി കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസമാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്റെ വലിയ നേതാവിനോട് എനിക്ക് 2 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല കരുത്തുള്ള RSSകാരും BJPക്കാരും ഒക്കെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പിടഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ആശുപത്രികൾ അവിടെയുണ്ട്. നിങ്ങൾ പോയി മത്സരിക്കണമെന്നാണ് അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞത്. കായംകുളം പത്തിയൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി ബിജു ആമ്പക്കാടിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നടാലയ്ക്കൽ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുത്തറ മുഖ്യപ്രസംഗം നടത്തി. BJP മേഖലാ പ്രസിഡന്റ് K സോമൻ, CPM വിട്ട് BJPയിൽ ചേർന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ C ബാബു, കലേഷ് മണിമന്ദിരം, V സതീഷ്, കൃഷ്ണകുമാർ രാംദാസ്, PS ബേബി, പാലമുറ്റത്ത് വിജയകുമാർ, പ്രണവം ശ്രീകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, മഠത്തിൽ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.